നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പാത്ത് കണക്റ്റഡ്, അതുപോലെ തന്നെ എല്ലാ പാത്ത് കണക്റ്റഡ് സ്പേസുകളും കണക്റ്റഡ് ആണ് എന്നും എന്നാൽ എല്ലാ കണക്റ്റഡ് സ്പേസുകളും പാത്ത് കണക്റ്റഡ് അല്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. നമുക്കിനി അടുത്തത് തെളിയിക്കാനുള്ള പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ എനി സ്പേസ് എക്സ് the binary relation defined by letting x is related to y for xy belongs to x if and only if there exists a path in x from x to y is an equivalence relation. അപ്പോൾ ഇവിടെ പറയണത് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ആ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തെളിയിക്കുകയാണ് വേണ്ടത്. എപ്പോഴാണ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ, എക്സും വൈയും എക്സിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ പാത്ത് ഫ്രം എക്സ് ടു വൈ ഇൻ എക്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. ഇക്വാലൻസ് റിലേഷൻ എങ്ങനെയാണ് തെളിയിക്കുക എന്ന് നമുക്കറിയാം അല്ലേ. ഇക്വാലൻസ് റിലേഷൻ ആവുന്നത് എപ്പോഴാണ്, റിഫ്ലെക്സീവ്, സിമെട്രി, ട്രാൻസിറ്റീവ് ആവുമ്പോഴാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് തെളിയിച്ച് നോക്കാം. സോ നമുക്ക് തെളിയിക്കാനുള്ളത് അതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തെളിയിക്കേണ്ടത് ഈ പറഞ്ഞ പുള്ളിക്കാരൻ എന്താണെന്നാണ് തെളിയിക്കേണ്ടത്, അത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അല്ലെ, എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഒരു കോൺസ്റ്റൻറ്റ് പാത്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. എവറി പോയിന്റ് ഇസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് നമുക്ക് പറയാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. ഇഫ് യു ഡിഫൈൻ എ ഫംഗ്ഷൻ സി ഓഫ് ടി ഈക്വൽ ടു എക്സ് ഫോർ ഓൾ ടി ബിലോങ്സ് ടു 0 1, സി ഓഫ് 0 എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, സി ഓഫ് 1 എന്ന് പറയുന്നതും എക്സ് ആണ്. സോ ദർ എക്സിസ്റ്റ് എ പാത്ത് ഫ്രം എക്സ് ടു എക്സ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് പാത്ത് പ്രകാരം അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് ഇറ്റ് സെൽഫ് നമുക്ക് പറയാം. ദാറ്റ് ഇസ് എവറി പോയിന്റ് ഇസ് റിലേറ്റഡ് ടു, ദാറ്റ് ഇസ് എവറി പോയിന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ കേസ് എന്താ, സിമെട്രിക്സിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സിമെട്രിക് ആവുമോ എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സിമെട്രിസിറ്റി പറയുക, ഇഫ് അവിടെ എന്താണ് അവിടെ ഉദ്ദേശം, ഇഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് റിലേറ്റഡ് ടു വൈ ദെൻ വൈ ഇസ് റിലേറ്റഡ് ടു എക്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് എക്സിസ്റ്റ് എ പാത്ത് ഫ്രം എക്സ് ടു വൈ ആൻഡ് വൈ ഇസ് റിലേറ്റഡ് ടു എക്സ് എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കണം അവിടെ ഒരു പാത്ത് ഉണ്ട് വൈയിൽ നിന്ന് എക്സിലേക്ക് എന്നുള്ളതാണ് അവിടെ നമ്മൾ പറയണേ. അപ്പോൾ നമുക്ക് രണ്ട് പാത്തുകളുണ്ട്, ആ രണ്ട് പാത്തിൽ നിന്നും നമുക്ക് സിമെട്രിസിറ്റി പറയാനായിട്ട് സാധിക്കണ്ടേ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഇഫ് ഇപ്പോൾ ആദ്യം എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ എന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ എടുത്ത് വൈ ഇസ് റിലേറ്റഡ് ടു എക്സ് ആണ് തെളിയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഞാൻ എടുക്കുകയാണ്, ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് എ പാത്ത് ഫ്രം എക്സ് ടു വൈ, എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു പാത്താണ് ആൽഫ ഓഫ് ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ആൽഫ ഓഫ് ടിയുടെ ഡെഫിനേഷൻ പ്രകാരം ആൽഫ ഓഫ് 0 എന്ന് പറയുന്നത് എക്സ് ആവുകയും ആൽഫ ഓഫ് 1 എന്ന് പറയുന്നത് വൈ ആവുകയും ചെയ്യും പാത്തിൻ്റെ ഡെഫിനേഷൻ പ്രകാരം അല്ലേ. നമുക്ക് തെളിയിക്കേണ്ടത് വൈ ടു എക്സും ഈ രണ്ട് പുള്ളിക്കാരും തമ്മിൽ വ്യത്യാസമില്ല എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പുള്ളിക്കാരനെ വൈയിൽ നിന്ന് എക്സിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇഫ് ഐ ഡിഫൈൻ, സപ്പോസ് ഞാൻ ഈ പാത്തിനെ റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ, ലെറ്റ് ദാറ്റ് ബി സം ബീറ്റ ഓഫ് ടി. അപ്പോൾ ഞാൻ എൻ്റെ ബീറ്റ ഓഫ് ടി എടുക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ബീറ്റ ഓഫ് ടി എടുക്കുന്നതെന്ന് നോക്കൂ. ലെറ്റ് ബീറ്റ ഓഫ് ടി ബി, ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ആൽഫ വൺ മൈനസ് ടി എന്നുള്ള തരത്തിൽ ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കേസ് ടി 0 ആകുമ്പോൾ ബീറ്റ ഓഫ് 0 എന്ന് പറയുന്നത് ആൽഫ ഓഫ് 1 മൈനസ് 0, അതെന്താ
ആൽഫ ഓഫ് 1 ആണ്. ആൽഫ ഓഫ് 1 എന്താണ്? y ആണ്. എന്ന് വെച്ചാൽ ബീറ്റ ഓഫ് 0 എന്ന് പറയുന്നത് y ആയി. ഇനി t എന്ന് പറയുന്നത് 1 ആകുമ്പോൾ ബീറ്റ ഓഫ് 1 എന്ന് പറയുന്നത് ആൽഫ ഓഫ് 1 മൈനസ് 1 ആണ്. എന്ന് വെച്ചാൽ അത് എന്താണ്? ആൽഫ ഓഫ് 0 ആണ്. ആൽഫ ഓഫ് 0 എന്താണ് നമുക്കറിയാം? എക്സ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ചുരുക്കി പറഞ്ഞ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ടി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ബീറ്റ ഓഫ് 0 എന്ന് പറയുന്നത് y ആവുകയും ടി ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ബീറ്റ ഓഫ് 1 എന്ന് പറയുന്നത് x ആവുകയും ചെയ്തു. എന്ന് വെച്ചാൽ there exists a path beta of t which travels from y to x എന്ന് പറയാം. which travels from y to x എന്ന് പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതെന്തായി? സിമെട്രിക് ആയില്ലേ? സിമെട്രിക് ആയി അല്ലേ? അത് ബീറ്റ ഓഫ് ടി കണ്ടിന്യൂസ് ആണ് കേട്ടോ. കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണേ. അപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്കവിടെ അതെന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും പറയാൻ പറ്റും. ഇനി അവിടെ മൂന്നാമത് തെളിയിക്കേണ്ടത് എന്താ? അപ്പോൾ നമ്മൾ സിമെട്രിക് ആണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ തെളിയിച്ചത് റിഫ്ലക്സീവ് ആണ് എന്നായിരുന്നു. രണ്ടാമത് നമ്മൾ സിമെട്രി ആണ് തെളിയിച്ചു. മൂന്നാമത് നമ്മൾ അവിടെ ട്രാൻസിറ്റിവിറ്റിയാണ് തെളിയിക്കേണ്ടത്. എന്താണ് തെളിയിക്കാനുള്ളത്? ട്രാൻസിറ്റിവിറ്റിയുടെ പ്രത്യേകത എന്താ? ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ x is related to y and y is related to z ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെയായിരിക്കണം? x is related to z അല്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇത് എക്സിനുള്ളിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം x is related to y and y is related to x എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കറിയാം. അവിടെ ഒരു പാത്ത് ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ പറയുകയാണ്, നമ്മളിപ്പോൾ എക്സസ് റിലേറ്റഡ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടീഷനെ എക്സസ് റിലേറ്റഡ് ടു സെറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടി എന്ന് പറയുന്ന ആള് എവിടെ കിടക്കുന്ന ആളാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 കിടക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ ഞാനതിനെ എന്ത് ചെയ്യാന്നറിയോ? ഒന്നും കൂടെ അങ്ങ് മുറിക്കുകയാണ്. എന്ന് വെച്ചാൽ ടി എന്ന് പറയുന്ന ആളുടെ ഇൻ്റർവെല്ല് 0-1 എനിക്ക് കണക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്നും 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ഞാൻ എന്ത് ചെയ്യാണ്? മുറിക്കുകയാണ്. അപ്പോൾ ആ പാർട്ടീഷനെ ഞാൻ എന്ത് ചെയ്തു? മുറിച്ചിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ് എന്തായാലും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫംഗ്ഷൻ നമ്മളവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ടി മാത്രമേ ഞാൻ അവിടെ എഴുതിയിട്ടുള്ളൂ, ആലോചിക്കണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ രണ്ട് പുള്ളിക്കാരന്മാരെ വേണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയണേന്ന് വെച്ചാൽ ഇഫ് ഐ ഡിഫൈൻ, നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻ ഫ്രം എക്സ് ടു വൈയിലേക്കുള്ള പാത്താണ് ആൽഫ, ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് വൈയിൽ നിന്ന് സെറ്റിലേക്കുള്ളതാണെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഗാമ എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ടായിരിക്കണം. ഗാമ എന്ന് പറയുന്ന പാത്ത് എന്ന് പറയുന്നത് എവിടുന്ന് എവിടേക്ക് ആയിരിക്കണം? എക്സിൽ നിന്ന് സെഡിലേക്ക് ഒരു പാത്ത് ഉണ്ടായിരിക്കണം. അതായിരിക്കണം എന്ത്? ഗാമ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എങ്ങനെയാണ് ഞാൻ ഗാമേനെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഈ ഗാമ ഓഫ് ടീനെ ഈ ആൽഫ, നമ്മൾ ആ ടീനെ ഞാനിപ്പോൾ അങ്ങനെ ഒരു 2 ഹാഫുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത തരത്തിൽ ഞാൻ ആ ടീനെ 2 ഈക്വൽ പാർട്ടീഷനുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂഷൻ.
അപ്പോൾ ആ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് ആദ്യ പകുതി ഭാഗത്തു കൂടെ പോവുകയും ബീറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ പകുതിയിലൂടെ പോവുകയും ചെയ്യുന്ന തരത്തിലാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ ഗാമേനെ ഡിഫൈൻ ചെയ്യാണ്. ഡിഫൈനിങ് ഗാമ ഓഫ് ടി ഈക്വൽ ടു ഗാമ ഓഫ് ടി ഈക്വൽ ടു, ഞാൻ എൻ്റെ ഗാമേനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആൽഫ ഓഫ് 2t and beta of 2t minus 1 which follows the limit 0 less than or equal to t less than or equal to 1 by 2 and 1 by 2 less than or equal to t less than or equal to 1. ക്ലിയർലി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, ആൽഫ ഓഫ് 2 ഇൻറ്റു 1 ബൈ 2 എന്ന് പറയുന്നതും, അതെന്താ, ആൽഫ ഓഫ് 2 ഇൻറ്റു 1 ബൈ 2 എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് 1 ആണ്. അത് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, y ആണ് നമുക്കറിയാം. ആൻഡ് ആൽഫ ബീറ്റ ഓഫ് 2t മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, ബീറ്റ ഓഫ് 2 ഇൻറ്റു 1 ബൈ 2 മൈനസ് 1, അതും എന്താ, ബീറ്റ ഓഫ് 0, അതും എന്താ, y ആണ് എന്ന് നമുക്കറിയാം. കാരണം ആൽഫയും ബീറ്റയും പാത്ത് നമ്മളിവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൽഫ ഈസ് എ പാത്ത് വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം x to y. ആൽഫ എക്സ് 0 ആവുകയും ആൽഫ ഓഫ് 0 എക്സ് ആവുകയും ആൽഫ ഓഫ് 1 എന്ന് പറയുന്നത് y ആവുകയും ചെയ്യും. അതേപോലെ ബീറ്റ ഫ്രം y to z ആയതുകൊണ്ട് ബീറ്റ ഓഫ് 0 എന്ന് പറയുന്നത് 1 ആവും, ബീറ്റ ഓഫ് 0 എന്ന് പറയുന്നത് y ആവുകയും ബീറ്റ ഓഫ് 1 എന്ന് പറയുന്നത് z ആവുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ ഇവിടെ ആൽഫ ഓഫ് 1 y ആവുകയും ബീറ്റ ഓഫ് 0 y ആവുകയും ചെയ്തു, അവിടെ ചെയ്തില്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, ഗാമ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ പാത്ത് ഫ്രം x to z എന്ന് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഇംപ്ലൈസ് എന്തായി, ഗാമ എന്ന് പറയണത് ഈസ് എ പാത്ത് ഫ്രം x to z. അപ്പോൾ എന്തായി ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആൽഫ എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് എന്ന് പറയുന്നത് ഫോർ എക്സ് y ബിലോങ്സ് ടു എക്സ്, അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്, അവിടെ ഒരു പാത്ത് ഉണ്ട് ഫ്രം എക്സ് ടു വൈ ഇൻ എക്സ് നമ്മൾ തെളിയിച്ചു. അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിച്ചു. ആയതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് പറയാം, ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഇക്വാലൻസ് ക്ലാസസ് അണ്ടർ ദിസ് റിലേഷൻ defined above are called path components of the space X എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പാത്ത് കോമ്പോണന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നാ പറയണേ, പാത്ത് കോമ്പോണന്റ് എന്ന് പറയുന്നത് ആ ഇക്വാലൻസ് റിലേഷൻ ആണ്, such that എന്താന്നാ പറയണത്, y belongs to x such that x is related to y. ഇനി അവിടെ അടുത്ത് തെളിയിക്കാനുള്ള സബ്സെറ്റ് C is path component of a space X if and only if C is a maximal subset of X with respect to the property of being path connected എന്നാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തെളിയിക്കാം.